കുടക് അയ്യങ്കേരി സ്വദേശി സഫിയ എന്ന 13 വയസ്സുകാരി കൊല്ലപ്പെടുന്നത് 2006 ഡിസംബറിൽ. ഗോവയിൽ നിർമ്മാണ കരാറുകാരനായ കാസർഗോഡ് മുളിയാർ സ്വദേശി KC ഹംസയുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു. പാചകത്തിനിടെ കുട്ടിക്ക് പൊള്ളലേറ്റപ്പോൾ ബാലപീഡന കേസ് ഭയന്ന് കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റസമ്മതമൊഴി. മൃതദേഹം കഷണങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു. ഗോവയിൽ നിർമ്മാണത്തിലിരുന്ന അണക്കെട്ടിന് സമീപത്തു നിന്ന് 2008 ജൂണിൽ സഫിയയുടെ തലയോട്ടിയും കുറച്ച് അസ്ഥികളും കണ്ടെടുത്തു. കുറച്ച് ദിവസങ്ങളായി മലയാളികൾ കേൾക്കുന്നത് മുഴുവനും ക്രൂരമായ കൊലപാതകങ്ങളുടെ കഥകളാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പൊന്നുപോലെ വളർത്തിയ സ്വന്തം ഉമ്മയെ കത്തികൊണ്ട് ക്രൂരമായി കൊല ചെയ്യുന്നു. ആ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പാലക്കാട്ടുള്ള 72 വയസ്സുള്ള നബീസ എന്ന് പറയുന്ന ഒരു ഉമ്മയെ ഭക്ഷണത്തിൽ മാരകമായ വിഷം കലർത്തിയിട്ട് ക്രൂരമായി കൊല്ലുന്നു. ഡെഡ് ബോഡി ഒരു ചാക്കിൽ കെട്ടി ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിവാക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ അവർ വന്ന് കിടന്നുറങ്ങുകയാണ്. മനസ്സിന് യാതൊരു വിഷമവും അവർക്കില്ല. 2021 നടന്ന ക്രൂരമായ ഈ കൊലപാതകത്തിന് ഇന്നലെ ജീവപര്യന്തം ശിക്ഷ നൽകുകയാണ്. ഇതുപോലെ മറ്റൊരു കൊലപാതകമാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി. അവരെ നന്നായി സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷം നൽകിയിട്ട് ക്രൂരമായി കൊല്ലുന്നു. 11 ദിവസത്തോളം സഹിക്കാനാവാത്ത വേദനകൾ സഹിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പടഞ്ഞു മരിച്ചു പോവുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കൊലപാതകങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത്? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മിനിമം കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം ഇതാണ്. കൂടിപ്പോയാൽ 38 വയസ്സ് വരെ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിക്ഷകളെ കൊലപാതകം നടത്തുന്ന ആളുകൾ ഒട്ടും ഗൗനിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. വിശുദ്ധ ഇസ്ലാം കൊലപാതകങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കൊലപാതകം തന്നെയാണ്. അൽ ഖത്ലു ബിൽ ഖത്ൽ, കൊന്നവന് കൊലപാതകം തന്നെ നൽകണം. ഇന്ന് ലോകത്ത് നടക്കുന്ന മർഡറുകളുടെ കൊലപാതകങ്ങളുടെ റേറ്റ് എടുത്തു നോക്കിയാൽ സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ കൊലപാതകങ്ങളുടെ ശതമാനം വളരെ താഴ്ന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയുമോ? കൊലപാതകങ്ങൾ നടത്തിയാൽ വധശിക്ഷ തന്നെ നൽകുന്നു. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ ഖിസാസ് നടപ്പിലാക്കിയാൽ മറ്റുള്ളവർക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റും. പൂർവം ഒരാൾ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ ഈ കൊല്ലുന്നയാൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് ബോധ്യമുണ്ടായാൽ കൊല്ലാനുള്ള ആ മനോഭാവവും ആ ടെൻഡൻസിയും അവനിൽ നിന്ന് ഇല്ലാതെയായി പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഏത് കൊലപാതകം നടത്തിയവനും വധശിക്ഷ ലഭിക്കുന്നില്ല. കുറച്ച് ദിവസമൊക്കെ ജീവപര്യന്തമെന്ന് പറഞ്ഞ് ജയിലിലിടുകയും കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല നടപ്പിൻ്റെ പേരിൽ മോചനം കൊടുക്കുകയും ചെയ്യുന്നു. മിക്ക കൊലപാതകങ്ങളും നടത്തുന്ന കൊലയാളികളെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അവരൊക്കെയും ചില കൊലപാതകങ്ങളിൽ പോലും പങ്കെടുത്തവരായിരിക്കും. എന്നിട്ടും അന്നൊന്നും ശക്തമായ ശിക്ഷ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് വീണ്ടും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് അവരെത്തിപ്പെടുന്നത്. അവർ വീണ്ടും പുറത്തിറങ്ങും, ഇനിയും അടുത്തയാളെ അവർ ലക്ഷ്യം വെക്കും. അതിന് വേണ്ടത് കുറച്ച് ആളുകൾക്ക് ശക്തമായ ശിക്ഷ അങ്ങ് കിട്ടിയാൽ സമൂഹത്തിൽ നിന്ന് കൊലപാതകത്തിൻ്റെ ശതമാനം മെല്ലെ മെല്ലെ ഇല്ലാതെയാകുന്നത് ബോധ്യപ്പെടും. അവിടെ മാനുഷിക പരിഗണനകൾ ഒട്ടും നൽകേണ്ടതില്ല. ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും ഒരാൾ മറ്റൊരാളെ മനഃപൂർവ്വം കൊന്നിട്ടുണ്ടോ അവർക്ക് ശക്തമായ വധശിക്ഷ തന്നെ വിധിക്കണം. സമൂഹത്തിൽ നടക്കുന്നത് 1-2 കൊലപാതകങ്ങളാണെങ്കിൽ നമുക്കൊരു പക്ഷേ അവരെയൊക്കെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിച്ചിട്ട് അവരെ സമുദ്ധരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഒരു വലിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ എല്ലാവരെയും സമുദ്ധരിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് രാജ്യത്ത് ശക്തമായ ശിക്ഷകൾ അങ്ങ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഒരുത്തൻ്റെയും കൈ കൊലപാതകത്തിന് വേണ്ടി ശ്രമിക്കാത്തത് നമുക്ക് നേരിൽ കാണാൻ കഴിയും.